ഇതൊരു ജസ്റ്റ് ഒരു ടോപ്പിക്ക് ഫ്രിക്ഷൻ ജസ്റ്റ് നോക്കാം. നമുക്ക് എന്താ ഫ്രിക്ഷൻ നോക്കാം. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ ഇതേ ഒരു ബോൾ എടുത്തു ഞാൻ. ഇതെൻ്റെ ഒരു ബോഡി, റെക്റ്റാങ്കിൾ ബോഡിയാണ്. ഓക്കെ, ഞാൻ സർഫസിൽ വെച്ചേക്കാണ്. ആ സർഫസ് ഫിക്സ്ഡ് ആണ്. ഈ സർഫസ് എന്താണ്, ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഈ കണ്ടീഷൻ എന്ത് സംഭവിക്കും? ഈ ബോഡിയുടെ വെയിറ്റ് അങ്ങോട്ട് ആക്ട് ചെയ്യും, താഴത്തേക്ക് വെയിറ്റ് ആക്ട് ചെയ്യും. ഓക്കെ, ബോഡിയുടെ വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ബോഡിയുടെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ടാവും? ഈ ബോഡിയുടെ വെയിറ്റ് മൂലം ഒരു റിയാക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യും? അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അതായത് ഞാൻ പറഞ്ഞ ഒരു ബോഡിയുടെ വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യുമ്പോൾ ആ വെയിറ്റിന് ഓപ്പോസിറ്റ് എന്താവും? എപ്പോഴും എന്താവും? ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അതാണ് എന്ത്? ഈ റിയാക്ഷൻ ഫോഴ്സ്. അതിന് ഞാൻ ആർന്ന് ഇട്ടു. ഇതാണ് സാധാ ഒരു കണ്ടീഷൻ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ ബോഡിനെ റൈറ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. റൈറ്റിലേക്ക് ഞാൻ എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് കൊടുത്തു. ബോഡിനെ റൈറ്റിലേക്ക് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? ഈ ബോഡി റൈറ്റിലേക്ക് നീങ്ങും. അങ്ങനെ നീങ്ങുമ്പോൾ ഈ ബോഡിയുടെയും അതുപോലെ തന്നെ ഈ സർഫസിൻ്റെയും ഈ ഭാഗത്ത്, ബോഡിയുടെയും നമ്മുടെ സർഫസിലെയും ഈ ഭാഗത്ത് എന്ത് ചെയ്യും? ഒരു ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ ഫോഴ്സിന്റെ ഈ ഭാഗത്ത് എന്ത് വരും? ഈ എഫിനെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വരും? ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഈ എഫിനെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇതൊരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ്. അതായത് ഞാൻ ഇവിടുന്ന് ഈ ബോഡീനെ ഈ ഡയറക്ഷനിലേക്ക് തള്ളുമ്പോൾ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരു ഘർഷണം ഉണ്ടാവും. ഘർഷണം, അതാണ് ഫ്രിക്ഷൻ എന്ന് പറയാം. എവിടെ ഉണ്ടാവും? സർഫസിൽ ഉണ്ടാവും. നമ്മുടെ ഈ സർഫസിൽ, അതായത് ബോഡിയുടെയും ഇവിടെയും സർഫസിൽ എന്തുണ്ടാവും? ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഫ്രിക്ഷൻ. അപ്പൊ എന്ത് ഫ്രിക്ഷൻ? അപ്പൊ ഈ ബ്ലാക്ക് ആണ് ഫ്രിക്ഷൻ. അതായത് എത്ര ഫോഴ്സ് കൊടുക്കുന്നോ അത്രയും ഫോഴ്സ് എന്ത് ചെയ്യും? ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രിക്ഷൻ. എപ്പോൾ മാത്രം ഫ്രിക്ഷൻ ഉണ്ടാവുള്ളൂ? ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ മാത്രമാണ് എന്തുള്ളൂ? ഇവിടെ ഫ്രിക്ഷൻ വന്നുള്ളൂ, അല്ലെ? ഇവിടെ ഞാൻ റിയാക്ഷൻ ഫോഴ്സ് വന്നത് കാരണം ഈ ബോഡിയുടെ വെയിറ്റ് കാരണമാണ് ഇവിടെ എന്ത് വന്നത്? റിയാക്ഷൻ ഫോഴ്സ് വന്നത്. ഓക്കെ, ഞാൻ ഈ ബോഡിനെ റൈറ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും? ഈ ബോഡിയുടെയും ഈ സർഫസിന്റെയും ഈ ലൈനിൽ അത് കോണ്ടാക്ട് വരുന്ന ഏരിയയിൽ എന്ത് വരും? ഒരു ഘർഷണം ഉണ്ടാവും. അതൊരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഏത്? ഈ ഏരിയയിൽ. അതാണ് നമ്മുടെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഈസ് കോൾഡ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, റെസിസ്റ്റിംഗ് ഫോഴ്സ് അതാണിത്, ഈസ് കോൾഡ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ the resisting force is called force of friction. ഓക്കെ, നമ്മൾ ഈ നടക്കാൻ സഹായിക്കുന്നതും ഒക്കെ എന്താണ്? ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ഈ നടക്കാൻ സഹായിക്കുന്നതൊക്കെ എന്താണ്? ഫ്രിക്ഷൻ. ഈ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് എന്തും പറയാം, ഫ്രിക്ഷൻ എന്നും പറയാട്ടോ. ഫ്രിക്ഷൻ എന്ത് ചെയ്യാം? നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ടേംസ് റിലേറ്റഡ് ടു ഫ്രിക്ഷൻ മാത്രമാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ടേംസ്, എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയാസ് ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടേംസ് റിലേറ്റഡ് ടു ഫ്രിക്ഷൻ. ടേംസ് റിലേറ്റഡ് ടു ഫ്രിക്ഷൻ എന്തൊക്കെയാണ് ടേം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഒന്നാമത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ എന്ന ലെറ്റർ ആണ് ഉപയോഗിക്കുക നമ്മൾ. മ്യൂ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ ഉപയോഗിക്കുക മ്യൂ എന്ന് പറഞ്ഞ ലെറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ ലോസ് ഓഫ് ഫ്രിക്ഷൻ നോക്കണം. ഒരു 5-6 അറൗണ്ട് 6 ലോസ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. ആ ലോസ് ഓഫ് ഫ്രിക്ഷൻ പ്രകാരം ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ കോണ്ടാക്ട് സർഫസ് ആണ്. കോണ്ടാക്ട് സർഫസ്
ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കോണ്ടാക്ട് നോർമൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ കോണ്ടാക്ട് സർഫസ് ആണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ എന്ത് വരാ, ഇതാണ് എന്ത് വരാ, റിയാക്ഷൻ ഫോഴ്സ് അല്ലെ. ഓക്കെ, ഇതാണ് എന്ത് വരാ, എഫ് വരാ. സോ ഈ എഫ് എന്തിന് ഡിപ്പെൻഡ് ചെയ്യണു? പ്രൊപ്പോർഷൻ ആയിട്ടിരിക്കും. ഈ ആറിന് എന്തായിരിക്കും? പ്രൊപ്പോർഷൻ ആയിരിക്കും. അതാണ് എന്ത് ലോസ് ഓഫ് ഫ്രിക്ഷൻ പറയണത്. ഓക്കെ, ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ലോസ് ഓഫ് ഫ്രിക്ഷൻ പറയുന്നത് ഫസ്റ്റ് ഈ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ടു ആർ ആയിരിക്കും. സോ എഫ് പ്രൊപ്പോർഷണൽ ടു ആരായിരിക്കും? ആറായിരിക്കും. സോ ഞാൻ ഈ പ്രൊപ്പോർഷണലിറ്റി സൈൻ കളയണം. അപ്പൊ എന്ത് ചെയ്യുക? ഈക്വൽ ടു അടിക്കുക. സോ ഈക്വൽ ടു വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു ആർ വരും എഫ്. ഓക്കെ, ഇനി ഈ കോൺസ്റ്റന്റിനെ പറഞ്ഞ പേരാണ് എന്ത്? മ്യൂ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. സോ അതിനെ എഴുതാം കോൺസ്റ്റന്റ് ഈക്വൽ ടു എന്താ എഴുതാം? കോൺസ്റ്റന്റ് ഈക്വൽ ടു എന്താ എഴുതാം? എഫ് ബൈ ആർ എന്ന് എഴുതാം. സോ ഈ കോൺസ്റ്റന്റ് ഞാൻ എന്ത് ചെയ്തു? മ്യൂ എന്ന ലെറ്റർ മാറ്റി. സോ മ്യൂ ഈക്വൽ ടു എന്താ? എഫ് ബൈ ആർ എന്ന് എനിക്ക് എഴുതാം. മ്യൂ ഈക്വൽ ടു എന്ത് പറയാം? എഫ് ബൈ ആർ എന്ന് എഴുതാം. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. മ്യൂ ഈക്വൽ ടു എഫ് ബൈ ആർ. സിമ്പിൾ ആണ്. മ്യൂ എന്ന് പറയുന്നത് എഫ് ബൈ ആർ. എഫ് എന്താണ്? എഫ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ആർ എന്താ? ആർ നോർമൽ റിയാക്ഷൻ ആണ്. ആർ എന്താണ്? നോർമൽ. അതായത് നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ സർഫസ്, ഓക്കെ, ഈ സർഫസിലാണ് ഈ ബോഡി വെച്ചു. അപ്പൊ റിയാക്ഷൻ ഫോഴ്സ് എങ്ങനെ വരും? ഇങ്ങനെ വരും. ആർ. വെയിറ്റ് എങ്ങനെ വരും? വെയിറ്റ് വന്ന കാരണമാണ് റിയാക്ഷൻ വന്നത് കേട്ടോ. സോ വെയിറ്റ് ആദ്യം വരും. സോ വെയിറ്റിന് നേരെ ഓപ്പോസിറ്റ് എന്ത് വരും? റിയാക്ഷൻ ഫോഴ്സ് വരും. ഞാൻ ഈ സർഫസ് എന്ത് ചെയ്തു? ഇൻക്ലൈൻ ചെയ്തു. സർഫസിനെ എന്ത് ചെയ്തു? ഇൻക്ലൈൻ ചെയ്തു. ഒരു ആംഗിൾ കൊടുത്ത് ഇൻക്ലൈൻ ചെയ്തു. ദേ ഒരു തീറ്റ ആംഗിൾ ഞാൻ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഒരു ആൽഫ ആംഗിൾ ഞാൻ എന്ത് ചെയ്തു? ഇൻക്ലൈൻ ചെയ്തു ഇരിക്കും. ഇന്ന് ഞാൻ ബോഡിനെ വെച്ചു. അപ്പൊ ബോഡി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇങ്ങനെയാ ബോഡി ഇരിക്കുക. ബോഡി ഇങ്ങനെ ഇരിക്കുക. മിനിറ്റ്. ഞാൻ സർഫസിനെ ഇൻക്ലൈൻ ചെയ്തു. ഇങ്ങനെയൊക്കെ സർഫസ്. ആദ്യം സർഫസ് ഇങ്ങനെയായിരുന്നു. ആ സർഫസിനെ ഇൻക്ലൈൻ ചെയ്തു. ഒരു ആംഗിൾ ഇൻക്ലൈൻ ചെയ്തു. എത്ര ആംഗിൾ ഇൻക്ലൈൻ ചെയ്തു? ഒരു ആൽഫ ആംഗിൾ ഇൻക്ലൈൻ ചെയ്തു വിചാരിക്കാം. ഒരു ആൽഫ ആംഗിൾ ഞാൻ എന്ത് ചെയ്തു? ഇൻക്ലൈൻ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു ബോഡി വെച്ചു. സോ ഈ ബോഡിയുടെ വെയിറ്റ് എങ്ങനെ ആക്ട് ചെയ്യുക? വെയിറ്റ് ഒരിക്കലും ഇതിന് നേരെയല്ല ആക്ട് ചെയ്യുക. ഈ നേരെയല്ല ആക്ട് ചെയ്യുക. തെറ്റാണ്. ബോഡി ഒരിക്കലും അങ്ങനെ, വെയിറ്റ് ഒരിക്കലും അങ്ങനെ എന്ത് ചെയ്യില്ല? ആക്ട് ആവില്ല. വെയിറ്റ് ആക്ട് എങ്ങനെയാ? വെയിറ്റ് ആക്ട് ചെയ്യുക ഇങ്ങനെയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ബോഡി ഇൻക്ലൈൻ വെച്ചാലും എങ്ങനെ വെച്ചാലും വെയിറ്റ് എങ്ങനെയും സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് ആക്ട് ചെയ്യും. അതേ സർഫസിന് എന്ത് ചെയ്യും? പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഓക്കെ, ഈ ആൽഫ ഐഫ. പക്ഷെ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നതിനാ ഈ ബോഡിയുടെ അല്ലെങ്കിൽ സർഫസിനെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഓക്കെ, ഫോഴ്സ്, റിയാക്ഷൻ ഫോഴ്സ്, ഈ വെയിറ്റ് മൂലം ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുക? അതിനെ ഈ സർഫസിനോ അല്ലെങ്കിൽ ബോഡിക്കോ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യും. ഇങ്ങനെ ആക്ട് ചെയ്യും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ബോഡിനെ മോളയ്ക്ക്, ഇപ്പൊ ഇംഗ്ലണ്ട് പ്ലെയിൻ അല്ലേ, എനിക്ക് ഈ മോളയ്ക്ക് എന്ത് ചെയ്യണം? എനിക്ക് കൊണ്ടുപോകണം. എനിക്ക് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ ഈ മുകളിൽ, ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ബോഡി ആയിരുന്നു. ഇങ്ങനെ ആംഗിൾ ഇരിക്കുന്ന ഒരു ബോഡി ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് മോളയ്ക്ക് വരില്ല. അപ്പൊ എന്ത് ചെയ്യും? സ്ലൈഡ് ചെയ്യും. ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യില്ലേ? സ്ലൈഡിങ് ചെയ്യും. ഓക്കെ, ഈ സ്ലൈഡിങ് ചെയ്യും. ഇങ്ങനെ സ്ലൈഡിങ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? സ്ലൈഡിങ് ഇങ്ങടെ പോണത്, സ്ലൈഡ് ചെയ്യുക. അതായത് സ്ലൈഡിങ് ഇങ്ങോട്ട് വരും. അത് മൂവ്മെന്റ് സംഭവിച്ചു. മൂവ്മെന്റ് ഇങ്ങടെ താഴത്തേക്കാണ്. അപ്പൊ എന്ത് ചെയ്യും? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇങ്ങോട്ട് വരും. ഫ്രിക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ട് വരും. ഫ്രിക്ഷൻ ഫോഴ്സ്, അതായത് സ്ലൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊരും? ഘർഷണം വരും. അതായത് ഓപ്പോസ് ചെയ്യും. ഈ സ്ലൈഡിങ്ങിനെ എന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും. സ്ലൈഡിങ്ങിനെ ആരും ഓപ്പോസ് ചെയ്യും? ഈ സർഫസ്, കോണ്ടാക്ട് സർഫസ്, ഇതാണ് കോണ്ടാക്ട് സർഫസ്. ഈ കോണ്ടാക്ട് എന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും. എങ്ങടെ ഓപ്പോസ് ചെയ്യും? ഈ സ്ലൈഡിങ്ങിന്റെ ഡയറക്ഷനെ ഓപ്പോസിലേക്ക് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സ് ആണ് നമ്മുടെ എഫ്. അതാണ് നമ്മുടെ എന്ത്?
സ്ലൈഡിങ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇതാണ് കണ്ടീഷൻ. ഇതാണ് നമ്മളിന്ന് ഓർത്ത് വയ്ക്കുന്നത് കേട്ടോ. അതാണ് നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറയാം. നോർമൽ റിയാക്ഷൻ, ഈ സർഫസിന് നോർമൽ റിയാക്ഷൻ. ഓക്കെ, ഓക്കെ, നോക്കാം കേട്ടോ. നോക്കാം, ഇനി അടുത്ത് നോക്കേണ്ടത് നമുക്ക് ടോട്ടൽ റിയാക്ഷൻ ആണ്. ടോട്ടൽ റിയാക്ഷൻ, അതിനെ RT എന്ന് പറയും. ഓക്കെ, സെയിം എടുത്ത പോലെ ഞാനൊരു സർഫസ് എടുത്തു. അത് ഫിക്സഡ് സർഫസ് ആണ്. ആ സർഫസ് ഞാൻ എന്ത് ചെയ്തു, ഒരു ബോഡി വെച്ചു. ഓക്കെ, എന്ത് ചെയ്തു, P എന്ന് പറഞ്ഞ ലോഡ് ഇങ്ങോട്ട് കൊടുത്തു. P ആണ് നമ്മുടെ ലോഡ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും, ഈ ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ടെൻഡൻസി വരും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഇതിനെ ഓപ്പോസ് ചെയ്യാൻ, ഈ ലോഡിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യും, ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അത് എങ്ങോട്ട് ഉണ്ടാവും, ഇവിടേക്ക് ഉണ്ടാവും. റിയാക്ഷൻ ഫോഴ്സ് F ഉണ്ടാവും. ഓക്കെ, ബോഡിക്ക് എന്തുണ്ട്, ഒരു ബോഡിക്ക് എന്തുണ്ട്, വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എങ്ങനെ ആക്ട് ചെയ്യും, താഴത്തേക്ക് വെയിറ്റ് ആക്ട് ചെയ്യും. സോ റിയാക്ഷൻ ഫോഴ്സ്, വെയിറ്റ് മൂലമുണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യും, അത് മുകളിലേക്ക് ആക്ട് ചെയ്യും. ഇത്രയും കണ്ടീഷൻ ഓക്കെ അല്ലേ? ഇത്രയും കണ്ടീഷൻ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നോക്ക്, ഞാൻ ഇവിടെ എടുക്കാൻ പോണതേ റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ നോക്കിക്കോട്ടെ, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യണേ, നമ്മുടെ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യണേ, ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നു, ഇങ്ങനെ F എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുന്നു വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടന്റ്? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ട്? നമുക്കറിയാം റിസൾട്ട് ഇക്വേഷൻ എന്താ, റിസൾട്ടന്റ് ഇക്വേഷൻ എന്ത് വരും, R സ്ക്വയർ പ്ലസ് F സ്ക്വയർ. ഓക്കെ, ടോട്ടൽ റിസൾട്ടന്റ് എന്ത് വരും, R സ്ക്വയർ പ്ലസ് F സ്ക്വയർ അല്ലേ? ഇതെങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റിയാക്ഷൻ. ഈ ഡയറക്ഷൻ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ. ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഫോഴ്സിനെ ഇങ്ങോട്ട് കൊടുത്തു. ഞാൻ ഇങ്ങനെ കൊടുത്തു, സെയിം അളവ് ഇങ്ങോട്ട് കൊടുത്തു ഫോഴ്സ്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഒരു ട്രയാങ്കിൾ ഇട്ടോ. ഇവിടെ
ട്രയാങ്കിൾ ഡെവലപ്പ് ചെയ്തോടെ. ഇതാണ് എന്താ എൻ്റെ ഹൈപ്പോട്ടനസ് വരെ. ഓക്കെ, ഹൈപ്പോട്ടനസ് വാല്യൂ എന്ത് വരും? അതാണ് ആർ ടോട്ടൽ റിയാക്ഷൻ ഈക്വൽ ടു എന്ത് വരും? ആർ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ അല്ലേ? അതായത് രണ്ട് ഫോഴ്സ് തരാണെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ്റെ ഇക്വേഷൻ എന്ത് വരും? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. സോ ഇവിടെ എന്ത് വരും? ഇങ്ങനെ ഒരു ഫോഴ്സ് വരും, ഇങ്ങനെ ഫോഴ്സ്. അതാണ് നമ്മുടെ ടോട്ടൽ റിയാക്ഷൻ ഫോഴ്സ് ആർ ടി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ടോട്ടൽ റിയാക്ഷൻ ഫോഴ്സ് ആർ ടി. ടോട്ടൽ റിയാക്ഷൻ ഫോഴ്സ് ആർ ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ? ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. ഇനി ഈ സാധനം ഞാൻ ഈ ഫിഗറിലേക്ക് വരയ്ക്കാൻ പോകട്ടെ. നോക്കിക്കോ, ഈ സാധനം ഞാൻ ഈ ഫിഗറിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? വരയ്ക്കാൻ പോവാണ്. ജസ്റ്റ് നോക്കാട്ടാ, എങ്ങനെ വരാൻ നോക്കാം. ഇത് ബോഡി, സർഫസ്, ഇതിൻ്റെ ബോഡി വരിക, വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് ഡബ്ല്യു, ലോഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങടാണ് പി. സോ ഫ്രിക്ഷൻ ഡയറക്ഷൻ എന്താ? എഫ്. ഇങ്ങോട്ട് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇങ്ങോട്ട് ആക്ട് ചെയ്യണം എന്താ? അത് ഡബ്ല്യു. സോറി, ഡബ്ല്യു അല്ല, അത് റിയാക്ഷൻ ഫോഴ്സ്. റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങടല്ലേ. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഫോഴ്സ് ഡയറക്ഷൻ ഇങ്ങനെ വെച്ചു. ഡയറക്ഷൻ ഇങ്ങടെ കാരണം എഫ് ഇങ്ങനെ വെച്ചു വിചാരിക്കാം. സോ ഇവിടെ എന്ത് വരും? ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു എന്ത് വരും? ഇതാണ് നമ്മുടെ റിയാക്ഷൻ റിസൾട്ടന്റ് വരാം. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ്. നേരത്തെ വരച്ച തന്നെ ഇതാണ് നമ്മുടെ റിസൾട്ടന്റ്. ഫോഴ്സ് ഇങ്ങനെ വരണ്ട കേട്ടോ. ഞാൻ ആ ഡയറക്ഷൻ മാത്രം എടുത്തുള്ളൂ, അളവും. ഓക്കെ, ഈ ആംഗിള് എൻ്റെ ഫൈ ഇട്ടു ഞാൻ. ഈ ആംഗിൾ ഞാൻ എന്ത് ചെയ്തു? ഫൈ ഇട്ടു. ഓക്കെ, ഈ ആംഗിൾ ഞാൻ എന്തിട്ടു? ഫൈ ഇട്ടു വിചാരിക്കാം. ഈ ആംഗിൾ ഞാൻ ഫൈ ഇട്ടു. ഇവിടെ എഫ് ആണ് വരാം കേട്ടോ, കാരണം ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇവിടെ അല്ലേ. ഇവിടെ വരെ എഫ് ആണ്. സോ ഇവിടെ എന്ത് വരും? എഫ് ആണ് വരാ. എഫ് ആണ് വരാ. അതായത് റിയാക്ഷന്റെ ഡയറക്ഷൻ മുകളിലേക്ക്, ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങടാ? ലെഫ്റ്റിലേക്കാണ്. ദേ ലെഫ്റ്റിലേക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ലെഫ്റ്റിലേക്ക്. സോ രണ്ട് ഫോഴ്സ് എന്ത് വന്നു? രണ്ട് ഫോഴ്സ് ഇങ്ങനെ വന്നു. അതിന്റെ റിസൾട്ടന്റ് എങ്ങനെ വരും? റിസൾട്ടന്റ് ഇങ്ങനെ വരും. അതിന്റെ ഹൈപ്പോട്ടനസ് വരും, ഇങ്ങനെ വരും റിസൾട്ടന്റ്. അതായത് ഒരു ഫോഴ്സ് ഇങ്ങനെ, ഒരു ഫോഴ്സ് അങ്ങനെ, ഇങ്ങനെ വരും. ഇത്രേ ഉള്ളൂ രണ്ട് ഫോഴ്സിന്റെ. അതങ്ങനെ അത് ഞാൻ ഈ ഫോഴ്സിനെ എന്ത് ചെയ്തു? മുകളിലേക്ക് വരച്ചെന്നുള്ളൂ. ഈ ഫോഴ്സിന് കൊടുത്തത് സെയിം അളവ് തന്നെ മുകളിലേക്ക് വരും. അപ്പൊ എന്ത് വരും? ഇവിടെ ഫൈ വരും. എന്താണ് ഇവിടെ ടാൻ ഫൈ? ടാൻ ഫൈ എന്താണ്? ടാൻ ഫൈ എന്താണ്? എതിർവശം ഇതല്ലേ. അതെന്താ വാല്യൂ? എഫ് അല്ലേ. ഈ അളവ് എത്ര? എഫ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ, അതായത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, സമീപവശം. സമീപവശം അത് ആർ അല്ലേ. എഫ് ബൈ ആർ. എന്താ എഫ് ബൈ ആർ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് ബൈ ആർ എന്താ? മ്യൂ ആണ്. എഫ് ബൈ ആർ എന്താണ്? മ്യൂ ആണ്. എഫ് ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ആണ്. സോ നമുക്ക് എന്താ എഴുതാം? ടാൻ ഫൈ ഈക്വൽ ടു എന്താ എഴുതാം? എനിക്ക് മ്യൂ എന്ന് എഴുതാം. ടാൻ ഫൈ ഈക്വൽ ടു എന്താ എഴുതാം? മ്യൂ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മ്യൂ? മ്യൂ ഈക്വൽ ടു എന്താ എഴുതാം? എനിക്ക് ടാൻ ഫൈ എന്ന് എഴുതിക്കൂടെ? മ്യൂ ഈക്വൽ ടു എന്താ എഴുതാം? എനിക്ക് ടാൻ ഫൈ എന്ന് എഴുതാം. മ്യൂ ഈക്വൽ ടു എന്താ എഴുതാം? ടാൻ ഫൈ. ഇതില് ഫൈനെ പറഞ്ഞ പേരാണ് എന്ത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. സോ ആംഗിൾ ബിറ്റ്വീൻ ആരൊക്കെയാണ്? ആംഗിൾ ബിറ്റ്വീൻ ടോട്ടൽ റിസൾട്ടന്റും റിയാക്ഷനും. ടോട്ടൽ റിസൾട്ടന്റ് ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും നമ്മളുടെ ആംഗിൾ ഫൈ. ഓക്കെ, ഇവിടെ എന്തൊരു ഫോഴ്സ്? ഈ രണ്ട് ഫോഴ്സ് നമ്മളുടെ ആംഗിളാണ് എന്ത് വരാ? ഫൈ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ് കേട്ടോ. ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ് എഫ് എന്ന് പറയുന്നത്. ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും. സോ ഫൈനെ പറഞ്ഞ പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഞാൻ നേരത്തെ ഒരു
സ്ലൈഡിൻ്റെ എടുത്തുണ്ടായിരുന്നു, സ്ലൈഡ്. അതായത് സർഫസ് ആദ്യം ഇങ്ങനെയായിരുന്നു. ഞാനൊരു ഒരു ബോഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, സർഫസിനെ എന്ത് ചെയ്തു, ഇൻക്ലൈൻ ചെയ്യിച്ചു. അപ്പോൾ എന്ത് ചെയ്യും, ബോഡി എന്ത് ചെയ്യും, ബോഡി സ്ലൈഡ് ചെയ്യും, താഴത്തേക്ക് എന്ത് ചെയ്യും, സ്ലൈഡ് ചെയ്യും. താഴത്തേക്ക് ഒഴുകില്ലേ, ബോഡി എന്ത് ചെയ്യും, ഇവിടേക്ക് എന്ത് ചെയ്യും, സ്ലൈഡ് ചെയ്യും. സ്ലൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ എന്തുണ്ടാവും, ഈ സർഫസിൽ എന്തുണ്ടാവും, ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ടാവും അല്ലേ. അതാണ് നമ്മുടെ എഫ്, അതാണ് നമ്മുടെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഇതെന്ത് വരും, റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങനെയാണ് വരാം. കാരണം എന്താ, വെയിറ്റ് ഉള്ള കാരണം, വെയിറ്റ് ഉണ്ട്, വെയിറ്റ് എങ്ങനെ വരും, വെയിറ്റ് ഇങ്ങനെ വരും അല്ലെ, വെയിറ്റ് എങ്ങനെ വരും, വെയിറ്റ് ഇങ്ങനെ വരും. ഈ ആംഗിൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ആംഗിളാണ് നമ്മുടെ ആൽഫ, ഞാൻ പറഞ്ഞു അല്ലേ, ആൽഫ. അതായത് ആൽഫ എന്ന പറഞ്ഞ പേരാണ് ആംഗിൾ ഓഫ് റിപ്പോസ്. ആംഗിൾ ഓഫ് റിപ്പോസ് എന്നാണ് ഇതിനെ പറഞ്ഞ പേര്, ആംഗിൾ ഓഫ് റിപ്പോസ്. ഓക്കെ, ആംഗിൾ ഓഫ് റിപ്പോസ്. നോക്കിയേ, സ്ലൈഡിങ് താഴത്തേക്ക്, സോ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരുന്നു. സ്ലൈഡിങ് താഴത്തേക്ക് വരുന്നു, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെ വരുന്നു. നമുക്കറിയാം എന്തായിരുന്നു ഫോഴ്സിന്റെ ഇക്വേഷൻ. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, നമുക്കറിയാം മ്യൂ ഈക്വൽ ടു എന്താ, എഫ് ബൈ ആർ ആണ്. സോ എഫ് എന്ത് വരും, എഫ് എന്ന് പറഞ്ഞാൽ മ്യൂ ആർ. വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആട്ടോ. എഫ് ഈസ് എന്ത് വരും, മ്യൂ ആർ എന്ന് വരും. എഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇവിടെ ആൽഫ ആണെങ്കിൽ, ഇവിടെ ഏത് ആംഗിൾ വരും, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഏത് ആംഗിൾ വരും, ഇവിടെ എന്ത് വരും, ആൽഫ വരും. ഇവിടെ ആൽഫ ആണെങ്കിൽ ഇവിടെ എന്ത് വരും, ആൽഫ വരില്ലേ. ഈ ആംഗിളും എന്താണ്, സെയിം ആണെന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് എൻ്റെ ബോഡി, ഇതാണ് സർഫസ്, ഇതാണ് എൻ്റെ സർഫസ്. ബോഡി, ഞാൻ ബോഡി വരച്ചു. ഓക്കെ, വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നു, ഓക്കെ. സർഫസ് ഇൻക്ലൈൻ ചെയ്ത ആംഗിള് ആൽഫ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ പെർപെൻഡിക്കുലർ ലൈൻ ഇതല്ലേ, അതും ഇതും തമ്മിലുള്ള ആംഗിൾ എന്ത് വരും, ആൽഫ തന്നെ വരും. ഈ ആംഗിൾ തന്നെ ഇങ്ങോട്ട് വരും. ഓക്കെ, സിമ്പിൾ മാത്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും, റിയാക്ഷൻ വരും. സോ ഇൻക്ലൈൻ ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടേക്ക് സ്ലൈഡിങ് വരും. ഇതെന്താ, സ്ലൈഡിങ് ഡയറക്ഷൻ. അപ്പൊ ഇത് ഇവിടേക്ക് ഈ ഫോഴ്സ് എന്ത് വരും, ഇതെന്ത് വരും, എഫ് എന്ത് വരും, ഇതാണ് എൻ്റെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ആൽഫ ആംഗിൾ റെസ്പോൺസ് ആണ്. ഞാൻ എന്ത് ചെയ്യാം, റിസോൾവ് ചെയ്യാൻ പോവാണ്. അതായത് എത്ര ഫോഴ്സ് താഴത്തേക്ക് ഉണ്ട്, എത്ര ഫോഴ്സ് മുകളിലേക്ക് ഉണ്ട് എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പോവാണ്, റിസോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ എടുക്കുന്നത് ഇങ്ങനെ റിസോൾവ് ചെയ്യണം കേട്ടോ, ഇങ്ങനെ ഈ ഡയറക്ഷൻ റിസോൾവ് ചെയ്യണം. അപ്പൊ ഇതെന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും അങ്ങനെ എടുക്കണം കേട്ടോ. ഞാൻ നോക്കിയേ, നമുക്കറിയാം എഫിന്റെ ഇക്വേഷൻ, നമുക്കറിയാം മ്യൂ ഈക്വൽ ടു എന്താ, എഫ് ബൈ ആർ ആണ്. സോ എഫ് എന്ത് വരും, മ്യൂ ആർ. ഓർത്ത് വയ്ക്കാം കേട്ടോ, എഫ് എന്ന് പറഞ്ഞാൽ മ്യൂ ആർ എന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെ ഫോഴ്സ് ഉണ്ട് മുകളിലേക്ക്, ബോഡിക്കും പെർപെൻഡിക്കുലർ ബോഡിക്കും അതൊക്കെ 6 മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഏതാ, ഇങ്ങനെ ഒരു ഫോഴ്സ് വരില്ല, ആര് മൂലം, ഡബ്ല്യു മൂലം അല്ലെ. ഡബ്ല്യു താഴത്തേക്ക് ആക്ട് ചെയ്യണം. അപ്പൊ എന്തുണ്ടാവും, 2 റെസൊല്യൂഷൻ ഫോഴ്സ് ഉണ്ടാവും. ഒന്ന് ബോഡിക്ക് ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ ഫോഴ്സ് ഉണ്ടാവും അല്ലെ. പിന്നെ എന്താ, ഇങ്ങനെ സർഫസിന് പാരലായിട്ട്. ഇത് ഡബ്ല്യു ആണെങ്കിൽ ഇവിടെ എന്ത് വരും, ഒരു ഡബ്ല്യു ഇവിടെ ആൽഫയാണ്. ഇവിടെ എന്താണ്, ഇവിടെ ആൽഫയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഡബ്ല്യു കോസ് ആൽഫ വരും. ഇവിടെ എന്ത് വരും, ഡബ്ല്യു സൈൻ ആൽഫ വരും. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഇവിടെ ആർ ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഇവിടെ എഫ് ഉണ്ട്. സോ നോക്കിയേ, എഫ് ഇങ്ങടും
ഡബ്ല്യു ഇങ്ങോട്ടും അല്ലെ, എഫ് റൈറ്റിലേക്കും ഡബ്ല്യു ലെഫ്റ്റിലേക്കും. സോ അങ്ങനെ എഴുതാം എഫ് ഈക്വൽ ടു എങ്ങനെ എഴുതാം ഡബ്ല്യു സൈൻ ആൽഫ ഇട്ടോടെ അല്ലെ, ഇതിന് ഓപ്പോസിറ്റ് ഇത് പറഞ്ഞത്. സോ എഫ് ഈക്വൽ എന്ത് ചെയ്യാം ഡബ്ല്യു സൈൻ ആൽഫ ഉണ്ടാവും. സോ ആറ് മുകളിലേക്കും ആറിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ല വരണേ, ആറിന് ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഡബ്ല്യു കോസ് ആൽഫ അല്ല. അപ്പൊ എഴുതാം ആർ ഈക്വൽ ടു എന്തായത് എനിക്ക് ഡബ്ല്യു കോസ് ആൽഫ എന്നിരിക്കോടെ. എഫ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫയും എഫ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫയും ആർ ഈസ് ഈക്വൽ ടു എന്തോരും ഡബ്ല്യു കോസ് ആൽഫയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് എഫ് എന്ന് പറഞ്ഞാൽ? എഫ് എന്താ മ്യൂ ആർ ആണ്. സോ മ്യൂ ആർ ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ. മ്യൂ ആർ ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ. അതിന്റെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അടുത്ത എന്താ ഇത് ഇക്വേഷൻ നമ്പർ 2. സോ ഇക്വേഷൻ നമ്പർ 2 എന്താ ആർ ഈക്വൽ ടു ഡബ്ല്യു കോസ് ആൽഫ. ഇക്വേഷൻ നമ്പർ 2 ആർ ഈക്വൽ ടു ഡബ്ല്യു കോസ് ആൽഫ. രണ്ടല്ല, ഇത് ആൽഫയാണ് കേട്ടോ, ആൽഫയാണ്. സോ ഞാൻ 1 ഡിവൈഡ് ബൈ 2 ചെയ്യാൻ പോകണം. അപ്പൊ എന്താ മ്യൂ ആർ ബൈ ആർ ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ ഡിവൈഡ് ബൈ ഡബ്ല്യു കോസ് ആൽഫ. ഓക്കെ, ഡബ്ല്യുവും ഡബ്ല്യുവും ക്യാൻസലായി, ആറും ക്യാൻസലായി. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്ത് വരും ടാൻ ആൽഫ വരും. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്ത് വരും ടാൻ ആൽഫ വരും. സോ മ്യൂ ഈക്വൽ ടു എന്ത് വരും ടാൻ ആൽഫ വരും. മ്യൂ ഈക്വൽ ടു ടാൻ ആൽഫ വരും. മ്യൂ ഈക്വൽ ടു ടാൻ ആൽഫ വരും. നമുക്കറിയാം മ്യൂയുടെ വേറെ ഇക്വേഷൻ എന്തായിരുന്നു ടാൻ ഫൈ അല്ല, നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മ്യൂയുടെ വേറെ ഇക്വേഷൻ എന്തായിരുന്നു ടാൻ ഫൈ. മ്യൂ ഈക്വൽ എന്താ ടാൻ ഫൈ അറിയാം അല്ലെ. അപ്പൊ ടാൻ ഫൈ എന്താണ് ടാൻ ആൽഫ സെയിം ആണ് അല്ലെ. സോ ടാൻ ഫൈയും ടാൻ ആൽഫ എന്താണ് സെയിം ആണ് അല്ലെ, മ്യൂ രണ്ടും മ്യൂ ആണ്. സോ ടാൻ ആൽഫ ഈക്വൽ ടു ടാൻ ഫൈ. ടാൻ ആൽഫ ഈക്വൽ ടു ടാൻ ഫൈ. ഇപ്പൊ എന്താ മനസ്സിലാക്കുന്നത് ഫൈയും ആൽഫ എന്താ സെയിം ആണെന്ന് അർത്ഥം. ഫൈ ഈക്വൽ ടു എന്താ ആൽഫ സെയിം ആണ്. സോ ആംഗിൾ ഓഫ് റീപ്പോസും ആംഗിൾ ഓഫ് റീപ്പോസും ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്തായിരുന്നു സെയിം ആയി അല്ലെ. ഫൈ എന്താ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ആൽഫ എന്താ ആംഗിൾ ഓഫ് റീപ്പോസ്. ഇത് രണ്ടെന്താണ് സെയിം എന്ന് കണ്ടു. ഇത് ഓർത്ത് വെച്ചാൽ മതി, തീരായിട്ടൊന്നും ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. സോ ഫൈ ഈക്വൽ ടു ആൽഫ. ഓക്കെ, ഇതാണ് നമുക്ക് നോക്കണം. ഒരു പ്രോബ്ലം ജസ്റ്റ് ചെയ്ത് നോക്കാം. സിമ്പിൾ പ്രോബ്ലം ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് കാണിക്കാം, ഫിഗർ വെച്ച് കാണിക്കാം, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാൻ ഒരു ബോഡി വെച്ചു. ഇപ്പൊ ഒരു ബോഡി 300 ന്യൂട്ടൺ ബോഡിക്ക് വെയിറ്റ് ഉണ്ട് വിചാരിക്കുക. ഞാൻ ബോഡി എടുത്തു. ഓക്കെ, വെയിറ്റ് എത്രയാ? വെയിറ്റ് താഴത്തില്ല കാര്യമാണ്, അത് തന്നിട്ടുണ്ട്. എത്രയാ? 300 ന്യൂട്ടൺ തന്നിട്ടുണ്ട് വിചാരിക്കുക. 300 ന്യൂട്ടൺ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എന്ത് ചെയ്യാ? ഞാൻ അതിന്മേ കോയിഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. കോയിഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ എന്താ? മ്യൂവിന്റെ തന്നിട്ട് എത്രയാ? 0.3 തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് വിച്ച് ക്യാൻ മൂവ് ദ ബോഡി വൈൽ ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ 25 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. അതായത് ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തു, ഓക്കെ. ഹൊറിസോണ്ടൽ ലൈൻ ഇതാണല്ലേ, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. അതിന് എത്ര ആംഗിൾ മാറിയിട്ട്? 25 ഡിഗ്രി മാറിയിട്ട് ഞാനൊരു പി എന്ന് പറഞ്ഞ ലോഡ് കൊടുത്തു. പി എന്ന് പറഞ്ഞാൽ വലിച്ചുകൊണ്ട് പോവാ, മോളേക്ക് പിടിച്ച് എന്താ വലിക്കുക ചെയ്യുക. സോ വെയിറ്റ് താഴ്ത്തിക്കുണ്ട്, അപ്പോൾ ഓട്ടോമാറ്റിക് ആര് വരും? മോളേക്ക് റിയാക്ഷൻ ഫോഴ്സ് വരും. അത് മറക്കരുത്, റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട് അവിടെ. ഓക്കെ, സോ ഞാൻ മുകളിലേക്ക് പി ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ഫോഴ്സ് എന്ത് ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങനെ വരും? ഇങ്ങനെ തന്നെ വരും. കാരണം ഒരിക്കലും ഫ്രിക്ഷൻ ഇങ്ങനെ വരില്ല. കാരണം എന്താ? സർഫസിന്റെ സ്ലൈഡിങ് ഇവിടെ അല്ലേ, ഇതിന് പാരലായിട്ട് ഇവിടെ അല്ലേ ഉണ്ടാവുള്ളൂ ഫ്രിക്ഷൻ ഫോഴ്സ്. അപ്പൊ ഫ്രിക്ഷൻ ഫോഴ്സ് ഡയറക്ഷൻ എങ്ങനെയാ വരാ? ഫ്രിക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരാ?
ഫ്രിക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെ വരും? ഇവിടെയാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവുക. അതായത് സർഫസിനും കോണ്ടാക്ട് ചെയ്യുന്ന ബോഡിയുടെ കോണ്ടാക്ട് സർഫസിലെ ഫ്രിക്ഷൻ. ഓക്കെ, ഇവിടെ ഫോഴ്സ് ഇങ്ങനെയാന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇങ്ങനെ വരില്ല, പിന്നെ ഓപ്പോസിറ്റ് വരാം. എവിടെയാണോ കോണ്ടാക്ട് ആവുന്നത് അതിന് പാരലായിട്ട് എന്ത് വരും? ഫ്രിക്ഷൻ വരും. ഓക്കെ, അതിന് പാരലായിട്ട് എന്ത് വരും? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വരും. സോ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വരെ എവിടെയാ? ഇങ്ങനെ ഇങ്ങനെ വരും. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് വന്നാൽ എന്ത് ചെയ്യണം? അതിനെ രണ്ട് ഫോഴ്സ് ആക്കി സ്പ്ലിറ്റ് അപ്പ് ചെയ്യണം. സോ നമുക്ക് തന്ന വാല്യൂ മ്യൂ തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്, റിയാക്ഷൻ തന്നിട്ടില്ല, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടില്ല. ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, ചോദ്യം നോക്കാം. എന്താ? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് വിച്ച് ക്യാൻ മൂവ് ദ ബോഡി. അതായത് പി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എത്ര ഫോഴ്സ് കൊടുത്താൽ പിയിലേക്ക് പോയി. കാരണം ഇവിടെ ഫോഴ്സ് ഫ്രിക്ഷൻ ഉണ്ടല്ലോ, ആ ഫ്രിക്ഷൻ ഫോഴ്സ് അത്രയും വാല്യൂ കൊടുത്താൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, എനിക്ക് പി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് ഫ്രിക്ഷൻ ഫോഴ്സ് എഴുതണം. അല്ല, ഇതിന് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് ഇവിടെ. സോ അതെന്ത് ചെയ്യണം? ചോദ്യം എന്താ? പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം എന്താ? പി ആണ് ഈ കണ്ടുപിടിക്കേണ്ടത്. സോ ഫ്രിക്ഷൻ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തായി? പി കിട്ടിയെന്നായി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റിസോൾവ് ചെയ്യാം. അപ്പൊ നോക്കാട്ടോ, എങ്ങനെ റിസോൾവ് ചെയ്യാൻ നോക്കാം. ഞാൻ ജസ്റ്റ് ഫോഴ്സസ് മാത്രം വരയ്ക്കാൻ പോവാണ്. ഫോഴ്സസ് മാത്രം വരയ്ക്കാൻ പോകണ്ട. റിയാക്ഷൻ ഫോഴ്സ് അപ്വേർഡ് പോകുന്നുണ്ട്. ഓക്കെ, ഈ പോയിന്റ് താഴത്തേക്ക് എന്ത് വരുന്നുണ്ട്? വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതതിൻ്റെ സെൻറ്റർ കയറിക്കുക. ഈ ഡയറക്ഷൻ എന്ത് വരുന്നുണ്ട്? പി എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് 25 ഡിഗ്രിയിൽ. ഓക്കെ, ഇത് എന്ത് ഡയറക്ഷൻ ഫോഴ്സ് പറഞ്ഞാൽ ഇവിടെ ഈ ഫോഴ്സ് ഏതാ? ഫോഴ്സ് എഫ് വരുന്നുണ്ട്. സോ നമുക്കറിയാം പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇങ്ങനെ ഒരു ആംഗിളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. എത്ര ആംഗിൾ ആക്ട് ചെയ്യണേ? 25 ഡിഗ്രി ആംഗിളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് എന്ത് വരും? പി കോസ് 25. ഇതോ എന്ത് വരും? പി സൈൻ 25. രണ്ട് ഫോഴ്സ് വന്നില്ലേ? അപ്പൊ എനിക്ക് പീനെ എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. പീനെ മാറ്റിയിട്ട് ഈ രണ്ടെണ്ണം കൊടുത്തോടെങ്കിൽ ഞാൻ കൊടുക്കാൻ പോകണം കേട്ടോ. ഞാൻ ഈ പീനെ മാറ്റി എന്തായി? ഞാൻ റിസോൾവ് ചെയ്തിട്ട് രണ്ട് ഫോഴ്സ് ആയി കൊടുത്തു. ഒന്ന് ഏത് ഫോഴ്സാ? ഇങ്ങനെ പോണ ഫോഴ്സ്. അതെന്ത് ഫോഴ്സാ? പി കോസ് 25ഉം പിന്നെ ഇങ്ങനെ ഫോഴ്സ് ഉണ്ട്, അല്ലെ ഇങ്ങനെ ഫോഴ്സ് ഉണ്ട്, ഈ ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഓൾറെഡി ഒരു ആറുണ്ട് കേട്ടോ, ഒരാള് ഫോഴ്സ് ഉണ്ട്, പ്ലസ് ഒരു ഫോഴ്സ് കൊണ്ട് കയറി വന്നു. അതെന്താ? ഈ ഫോഴ്സ് അല്ലേ? പി സൈൻ 25. സോ എല്ലാ ഇൻക്ലൈൻഡ് ഫോഴ്സും മാറി. ഓക്കെ, എല്ലാ ഇൻക്ലൈൻഡ് ഫോഴ്സസും മാറി. ഇനി എന്ത് ചെയ്യാം? നമ്മൾ റിസോൾവ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? റിസോൾവ് ചെയ്യാം. ഇനി എന്താ റിസോൾവ് ചെയ്യാം? നമുക്ക് ഓരോ ഫോഴ്സ് ആയിട്ട് കണ്ടുപിടിക്കണം അല്ലേ? സോ നമുക്കറിയാം ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എങ്ങനെയാ? ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് ആക്സിസ് ഫോഴ്സ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്തായിരിക്കും? അതിന്റെ സമ്മ് 0 ആയിരിക്കും. അതുപോലെ വെർട്ടിക്കൽ ഫോഴ്സിന്റെ സമ്മ് എന്തായിരിക്കും? 0. എന്ത് കണ്ടീഷൻ? ഇക്വിലിബ്രിയം കണ്ടീഷൻ. അതായത് ഇങ്ങനെ പോകുന്ന ഫോഴ്സസിന്റെ എല്ലാ സമ്മും ഇങ്ങനെ, അതാണ് വെർട്ടിക്കൽ ഫോഴ്സ്. വെർട്ടിക്കൽ ഫോഴ്സിന്റെ സമ്മൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ആ സാധനം അപ്ലൈ ചെയ്ത് പോവാ. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതൊക്കെയാ നോക്കാം. ഫോഴ്സ് ഇതേ ഈ ഡയറക്ഷൻ ആയിട്ട് ചെയ്യുന്നു. ഏത്? ഫ്രിക്ഷൻ ഫോഴ്സ്. സോ ഈ ഡയറക്ഷൻ എന്താ? നെഗറ്റീവ് അല്ല. സോ നെഗറ്റീവ് എഫ് പ്ലസ് പി എങ്ങടെ റൈറ്റിക്ക് അല്ലേ? സോ പി കോസ് 25. ഇതാണ് ഇതൊന്നാമത്തെ ഹൊറിസോണ്ടൽ ഫോഴ്സ്, രണ്ടാമത്തെ ഹൊറിസോണ്ടൽ ഫോഴ്സ്. അത് ഈ ഡയറക്ഷൻ പോകുന്ന ഫോഴ്സസ്. അത് ഒന്ന് ഈ ഡയറക്ഷൻ പോകുന്നു, അപ്പൊ എന്താ? അത് നെഗറ്റീവ്. ഈ ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്. സോ ഒന്ന് ഈ ഡയറക്ഷൻ നെഗറ്റീവ് എഫ്, ഒന്ന് ഈ ഡയറക്ഷൻ, അപ്പൊ എന്താ? പോസിറ്റീവ് പി കോസ് 25 ഈക്വൽ ടു എന്താ? അതിന്റെ സം എന്തായിരിക്കും തന്നിട്ടുണ്ട്? എന്താ സം എന്തായിരിക്കും? 0 എന്നുണ്ട്. സോ 0 സമ്മ് 0. അപ്പൊ എന്താ? എനിക്ക് പി കോസ് 25 ഈക്വൽ ടു എന്ത് ചെയ്യാം? എഫ് എന്നിട്ടോടെ പി കോസ് 25 ഈക്വൽ ടു എന്ത് ചെയ്യാം? എഫ് എന്നിടാം. പി കോസ് 25 എന്താ? എഫ് എന്നിടാം. ഓക്കെ, കോസ് 25യുടെ വാല്യൂ അറൗണ്ട് 0.906 ആണ് വരാം. സോ എന്താ? എഫ് ഈക്വൽ ടു
ഇതിൻ്റെ വാല്യൂ ഇടുക എത്രയാ 0.9063. ഓക്കെ, പി വരും ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, കോസ് 25 ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ വാല്യൂ ഇട്ടുന്നുള്ളൂ. എഫ് ഈക്വൽ ടു അത് എഫ് ഇങ്ങോട്ട് കൊടുന്നുള്ളൂ, ഇത് ഇങ്ങോട്ട് കൊടുന്നു, നിങ്ങൾ കൊടുന്നു, അത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി എഫ് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, സോറി ഹോറിസോണ്ടൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വെർട്ടിക്കൽ എടുക്കണം. വെർട്ടിക്കൽ ഏതൊക്കെ ഉണ്ട്, വെർട്ടിക്കൽ ഏതൊക്കെയുണ്ട് നോക്കാം. വെർട്ടിക്കൽ ഏതൊക്കെയുണ്ട്, വെർട്ടിക്കൽ ദേ മുകളിലേക്ക് പോകുന്ന ഫോഴ്സ് പോസിറ്റീവും താഴത്തേക്ക് വരുന്ന ഫോഴ്സ് നെഗറ്റീവ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ദേ ഈ ഫോഴ്സ് എങ്ങനെ പോണ ഡയറക്ഷൻ, ഇത് പോസിറ്റീവ് അല്ലേ, സോ ഇത് പോസിറ്റീവ്. ഉണ്ടല്ലോ അവിടെ, അതെന്താ പോസിറ്റീവ്. പിന്നെ ഞങ്ങളുടെ ഇതുള്ളത് ദേ ഡബ്ല്യു, അതെന്താ നെഗറ്റീവ്. സോ 2 പോസിറ്റീവും 2 നെഗറ്റീവും, അത് സം ചെയ്യുക. അപ്പം എന്ത് വരും, ആദ്യം P25 സൈൻ, P സൈൻ 25 പോസിറ്റീവ് ആണ്, പ്ലസ് പിന്നെ പിന്നുള്ളത് ദേ ആറും പോസിറ്റീവ് അല്ലേ, 6 എന്താണ് പോസിറ്റീവ് ആണ്. അപ്പം എന്ത് ചെയ്തെങ്കിൽ 6 പോസിറ്റീവ് ആണ്. സോ പ്ലസ് ആർ മൈനസ് ഡബ്ല്യു അല്ലേ നെഗറ്റീവ് ആണ്, ഈക്വൽ ടു എന്ത് വരും 0 വരും, ഈക്വൽ ടു എന്ത് വരും 0 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു നമുക്കറിയാം തന്നുണ്ട്, വെയിറ്റ് തന്നുണ്ട് എത്രയാ 300 ന്യൂട്ടൺ, 300 ന്യൂട്ടൺ തന്നുണ്ട് ചോദ്യത്തിൽ. അങ്ങനെയാണെങ്കിൽ എന്താ എഴുതാൻ എനിക്ക്, പി സൈൻ 25, സൈൻ 25യുടെ വാല്യൂ എത്ര വരും, സൈൻ 25യുടെ വാല്യൂ എത്ര വരും 0.4226 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം വരും 0.4226 പി വരും അല്ലേ, പ്ലസ് ആർ ഉണ്ടാവും. ഓക്കെ, മൈനസ് ഡബ്ല്യു എത്രയാ 300 ഈക്വൽ ടു 0. സോ ഞാൻ ഈ ആറാണ് കണ്ടുപിടിക്കണം കേട്ടോ. സോ ആർ ഈക്വൽ ടു എന്ത് വരും, -300 ഇവിടേക്ക് പോകുമ്പോൾ എന്താ പ്ലസ് 300 ആവും. സോ പ്ലസ് 300 മൈനസ് എന്ത് വരും, ഈ വാല്യൂ വരും, ഇത് പോസിറ്റീവ് അങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. സോ 0.4226 പി എന്ന് വരും, 0.4266 പി എന്ന് വരും. സോ എനിക്ക് എഫും കിട്ടി ആറും കിട്ടി, എഫ് എന്തായിരുന്നു, എഫ് എന്ന് പറഞ്ഞാൽ 0.9063 പിയും ആർ എന്ന് പറഞ്ഞാൽ എന്താ, ആർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ കിട്ടി. എഫും കിട്ടി ആറും കിട്ടി, എഫും ആറും കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താടാ നമ്മുടെ എഫ് ബൈ ആർ എന്താ, അതല്ലേ മ്യൂ അല്ലേ, എഫ് ബൈ ആർ എന്താ മ്യൂ. എഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാ, എഫ് ബൈ ആർ ആണ് നമ്മുടെ മ്യൂ എന്ന് നമുക്കറിയാം. എഫ് ഈക്വൽ ടു എന്താ മ്യൂ ആർ എന്നറിയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഓക്കെ, സോ അപ്പോൾ എന്തായിരിക്കും നമ്മുടെ സോ എഫ് എന്ത് വരും, എഫ് ഈക്വൽ ടു മ്യൂ ആർ അല്ലെ, ഇതൊന്ന് എഫ് ഈക്വൽ എന്ത് വരും മ്യൂ ആർ. എഫ് വാല്യൂ നമുക്കറിയാം, എഫിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാ, എഫിൻ്റെ വാല്യൂ 0.9063 പി അല്ലേ. സോ 0.9063 പി എഫിൻ്റെ വാല്യൂ ഇട്ടു. മ്യൂ അറിയോ, മ്യൂ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എത്രയാ 0.3 തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. സോ മ്യൂ ടു 0.3 ഇൻറ്റു ആറ് ദേ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആറ് ഇതല്ലേ, എന്താ 300 മൈനസ് 0.4226 പി. ഓക്കെ, 0.4622 പി എന്ന് വരും. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. 0.9063 പി ഉണ്ട്, ഈക്വൽ ടു ഇത് ഉള്ളിലേക്ക് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും 0.3 ഇൻറ്റു 300 മൈനസ് 0.3 ഇൻറ്റു 0.4226 പി. ഓക്കെ,
ഇത് ഇവിടെയും പി ഉണ്ട്, ഇവിടെയും പി ഉണ്ട്. പിന്നൊക്കെ എന്ത് ചെയ്യുക, ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. സോ എന്ത് ചെയ്യും, 0.9063 ഇതെന്ത് ചെയ്യും, സമത്തിന് ഇപ്പം കൊണ്ടുവരും. കാരണം പി ഒരു സൈഡിലേക്ക് ആക്കാൻ പോവുക. സോ മൈനസ് ആണല്ലേ, പ്ലസ് ആവും. അപ്പം എന്ത് വരും, 0.3 ഇൻറ്റു 0.4226 പി. ഓക്കെ, സോ 62 പി. ഇവിടെ ഒരു പി ഉണ്ട്. അപ്പം എന്ത് വരും, പി ഈക്വൽ ടു 0.3 ഇൻറ്റു 300. ഇവിടെയും പി ഉണ്ട്, ഇവിടെയും പി ഉണ്ട്. പിന്ന് എന്ത് ചെയ്യുക, ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോവാം. അപ്പം എന്ത് ചെയ്യും, പി ഇൻറ്റു 0.9063 ഉണ്ട് പ്ലസ് 0.3 ഇൻറ്റു 0.4226 വരും ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ അറൗണ്ട് 90 കിട്ടും. 9 അല്ല 90 കിട്ടും. ഓക്കെ, അപ്പോൾ പി എന്താ, പി ഈക്വൽ ടു എന്താ, ഈ വാല്യൂ ചെയ്യുമ്പോൾ അറൗണ്ട് 1.03 വരും. ഈ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.03. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ഇങ്ങോട്ട് താഴത്തേക്ക് വരില്ലേ പിയുടെ വാല്യൂ. സോ 19 ഡിവൈഡ് ബൈ എന്ത് വരും, 1.03308 ഈക്വൽ ടു എന്ത് വരും, അതിൻ്റെ വാല്യൂ 87.12 ന്യൂട്ടൺ. അതല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞേ. യെസ്, നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. ഓക്കെ, ഇതാണ് ആൻസർ വരേണ്ടത്. ഓക്കെ, ഇതാണ് ആൻസർ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. A mass of 50 kilogram 50 kilogram, okay, is pulled വലിച്ചു is pulled up an inclined plane. ചെരിഞ്ഞ പ്രതലത്തുകൂടെ ഒരു 50 കിലോഗ്രാം മാസ് ഞാൻ എന്ത് ചെയ്തു, വലിച്ചു, മുകളേക്ക് വലിച്ചെടുക്കാണ്. ഓക്കെ, ആ പ്ലെയിൻ ഹാവിങ് എന്തുണ്ട്, ആ പ്ലെയിൻ ഹാവിങ് 30 ഡിഗ്രി 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉണ്ട്. 30 ഡിഗ്രി ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ. ആരായിട്ട്, ഹൊറിസോണ്ടൽ ആയിട്ടൊരു 30 ഡിഗ്രി എന്തുണ്ട്, ഹൊറിസോണ്ടൽ 30 ഡിഗ്രി എന്തുണ്ട്, ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. 30 ഡിഗ്രി ആയിട്ട് എന്തുണ്ട്, ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ by a force of 354 Newton acting parallel to the plane. ഓക്കെ, അതായത് 354 ന്യൂട്ടൺ ഉണ്ട്. ആ ഫോഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്തു, 50 കിലോഗ്രാം മാസിനെ ഒരു 30 ഡിഗ്രി ആംഗിൾ ഉള്ള പ്ലെയിനിൽ കൂടെ വലിച്ചു. ഓക്കെ, ആ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യണേ, പാരലൽ ടു ദ പ്ലെയിൻ ആണ്. പ്ലെയിനിന് പാരലായിട്ട് എന്ത് ചെയ്യണേ, 354 കിലോമീറ്റർ ആക്ട് ചെയ്യണേ. സോ ഞാൻ ജസ്റ്റ് വരയ്ക്കാൻ പോകണം കേട്ടോ. അതെ, എത്രയാ ഇൻക്ലിനേഷൻ, എത്രയാ 30. സോ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ, ഈ ആംഗിൾ വിത്ത് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ വിത്ത് എത്രയാ, വിത്ത് ഹൊറിസോണ്ടൽ ആണ്. സോ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇത് 30 ഡിഗ്രി ഞാൻ വെച്ചു. സോ ഇതാണ് എൻ്റെ പ്ലെയിൻ, ഇതാണ് പ്ലെയിൻ. ഓക്കെ, എത്രയാ, 50 കിലോഗ്രാം മാസ് വസ്തു. സോ ആ മാസ് വരയ്ക്കാൻ പോകും ഞാൻ. 50 കിലോഗ്രാമിന്റെ ബോഡി വരയ്ക്കട്ടെ. 50 കിലോഗ്രാം. ഓക്കെ, 50 കിലോഗ്രാം വെയിറ്റ്. സോ 50 കിലോഗ്രാം ആണ് അതിൻ്റെ എന്ത്, മാസാണ് കേട്ടോ. മാസ് 50 കിലോഗ്രാം മാസാണ്. ഓർക്കുക, മാസ് എന്നാണ്. കണ്ട, വെയിറ്റ് അല്ല, നമുക്ക് എന്താണ് മാസം എന്നാണ്. 50 കിലോഗ്രാം മാസ് എന്താ, പുള്ളിയാണ്. പുള്ളി എന്ന് വലിക്കല്ലേ, ഇങ്ങടെ ഫോഴ്സ് പുള്ള്. അപ്പൊ പി ഇങ്ങടാണ് വരാ, പി ഇങ്ങനെയാണ് വരാ. തന്നിട്ട് എന്താ, 354 പുള്ളിയും ഫോഴ്സ്. അത് ആക്ട് ചെയ്യുന്ന പാരലൽ ടു ദി പ്ലെയിൻ. പ്ലെയിൻ എന്താ, ഇതാണ് നമ്മുടെ പ്ലെയിൻ, ഇതാണ് നമ്മുടെ ഇംഗ്ലണ്ട് പ്ലെയിൻ അല്ലേ, ഇതാണ് നമ്മുടെ ഇംഗ്ലണ്ട് പ്ലെയിൻ. അതിന്റെ പാരലായിട്ട് ഇതല്ല വരാ. അപ്പൊ ഇങ്ങനെയാണ് വരാ. അപ്പൊ എന്തൊരു, നമ്മുടെ ഫോഴ്സ് ഡയറക്ഷൻ എങ്ങനെ വരും, ഫോഴ്സ് പി എങ്ങനെ വരും, പി ഇങ്ങനെ ആക്ട് ചെയ്യും. പുള്ളിയുണ്ട്, ആ പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാ, 354. സോ പി ഈക്വൽ ടു എന്താ,
354 ന്യൂട്ടൺ തന്നിട്ട്. ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ഫോഴ്സ് എന്ത് വരും? ഫോഴ്സ് പ്രതലത്തിൽ ഇതല്ലേ, സോ എന്ത് വരും? ഇങ്ങനെ വരും. എന്ത്? ഫ്രിക്ഷൻ ഫോഴ്സ് ഇങ്ങനെ വരും. ഓക്കെ, 50 കിലോമീറ്ററാണ് മാസ് ഉണ്ട്. അപ്പൊ അതിന്റെ വെയിറ്റ് ഉണ്ടാവില്ലേ? വെയിറ്റ് എങ്ങനെ ആക്ട് ചെയ്യും? വെയിറ്റ് താഴത്തേക്കല്ലേ ആക്ട് ചെയ്യുക? വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യും. നോർമൽ റിയാക്ഷൻ ഉണ്ടാവില്ലേ? നോർമൽ റിയാക്ഷൻ എങ്ങനെ ആക്ട് ചെയ്യും? ഇങ്ങനെ ആക്ട് ചെയ്യും. ഓക്കെ, വെയിറ്റിന്റെ ഇക്വേഷൻ എന്താ? വെയിറ്റ് ഈക്വൽ ടു എന്താ? ചോദ്യം കിട്ടില്ല കേട്ടോ. ചോദ്യം എന്താ? പ്ലെയിൻ. ഓക്കെ, എന്താ? ഫൈൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. Find the coefficient of friction. Find the coefficient of friction. എന്നിട്ടൊരു വാല്യൂ തന്നിട്ടുണ്ട് അവര്. Take G equal to 9.81 meter per second square എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അതായത് മ്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മ്യൂ ആണ്. മ്യൂവിന്റെ ഇക്വേഷൻ എന്താ? F/R ആണ്. പിന്നെ tan phi ഉണ്ട്, tan alpha ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? മ്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അപ്പൊ F/R ആണ് നമ്മുടെ മ്യൂ വരാ. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ ഓക്കെ, വെയിറ്റിന്റെ ഇക്വേഷൻ എന്താ? വെയിറ്റ് ഈക്വൽ ടു mg ആണ്. G എന്താ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. എത്രയാ? 9.81. അതാ കാണാൻ ചെയ്യണം. വെയിറ്റ് അറിയാം എത്രയാ? 50 ആണ് അല്ലേ? സോ 50 × 9.81 വെയിറ്റ് കണ്ടുപിടിച്ചു. വെയിറ്റിന്റെ വാല്യൂ വരുന്നത് അറൗണ്ട് 490.5 ന്യൂട്ടൺ ആണ്. എന്താ മ്യൂവിന്റെ ഇക്വേഷൻ എന്താ? F/R ആണ് അല്ലെ? മ്യൂവിന്റെ ഇക്വേഷൻ എന്താ? F/R. സോ എഫും കണ്ടുപിടിക്കണം, ആറും കണ്ടുപിടിക്കണം. അതാണ് ടാസ്ക്. അപ്പൊ എന്ത് ചെയ്യാ? കുറെ ഫോഴ്സസ് ഉണ്ട്, റിസോൾവ് ചെയ്യാം. ഒന്നുമില്ല, റിസോൾവ് ചെയ്യലാണ് ഏറ്റവും നല്ല ഐഡിയ. ഓക്കെ, റിസോൾവ് ചെയ്യാം. എന്ത് ചെയ്യാ? റിസോൾവ് ചെയ്യാൻ പോകണം കേട്ടോ. നോക്കിക്കോ. സോ വെയിറ്റ് കിട്ടി, W കിട്ടി, P അറിയാം, F/R അറിയാം. എന്തായാലും ഈ ആംഗിൾ എത്രയാ? ഇങ്ങനെ ഫോഴ്സ് കഴിക്കാൻ. ഈ ആംഗിൾ എത്രയാടാ? ഇതെത്രയാ? ഇത് ആൽഫ അല്ലേ? അപ്പൊ ഇത് എത്ര വരും? ഇത് 30 വരില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു വെയിറ്റ് ഉണ്ട്, ആക്ട് ചെയ്യേണ്ട വെയിറ്റ്. ഇങ്ങനെ ഒരു ഫോഴ്സ് തന്നെയല്ലേ 30, ഇങ്ങനെ 6 വരുന്നുണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും? ഈ ഫോഴ്സ് എന്തായിരിക്കും? ആംഗിളിന്. അതായത് ഒന്നുകൂടി വരയ്ക്കാം. നമ്മൾ പ്ലെയിനെ പാരലായിട്ട് റിസോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ W ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. W ആക്ട് ചെയ്യണം ഇങ്ങനെയാണ്. ഓക്കെ, എഫിന്റെ ഡയറക്ഷൻ എങ്ങടാ? എഫിന്റെ ഡയറക്ഷൻ ഇങ്ങടാണ്. പി ഡയറക്ഷൻ എങ്ങടാ? അത് ഇങ്ങടാണ്. ഇതാണ് പ്ലെയിൻ അല്ലെ? പ്ലെയിന് പാരലായിട്ട് പി ഡയറക്ഷൻ. ഇതിന് നോർമലായിട്ട് ആര് വരും? റിയാക്ഷൻ വരും. ആ നോർമൽ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ആംഗിൾ എത്രയാ? അതാണ് നമ്മുടെ ഈ ആംഗിൾ അല്ലേ? അതായത് ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ ആംഗിൾ എത്രയാ? ഇത് എത്രയാ? 30 ആണെങ്കിൽ എന്ത് വരും? 30 വരും. അങ്ങനെയാണെങ്കിൽ ഒരു W വെയിറ്റ് ആക്ട് താഴത്തേക്കാണ്, അതിന് W ഉണ്ട്. ഓക്കെ, ഇതിന് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്, 30 ആണെങ്കിൽ ഇതെന്ത് വരും? ഈ വാല്യൂ W cos 30 വരും. അപ്പൊ ഇതെന്ത് വരും? W sin 30. സോ ഞാൻ W മാറ്റി, ആരാക്കി മാറ്റി? W sin 30യും W cos 30യും മാറ്റി. ഓക്കെ, സോ W ആവശ്യമില്ല. ഇനി എന്ത് നമുക്ക് ആവശ്യം? W sin 30യും W cos 30യും. ഓക്കെ, എന്ത് ചെയ്യാ? സാധാ പോലെ ഇക്വലിബ്രിയം കണ്ടീഷൻ എടുക്കുക. എന്താ ഇക്വലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സം ഓഫ് f of x equal to f of horizontal force equal to, അതായത് x equal to 0.
പ്ലെയിൻ ഇതാണ് പ്ലെയിൻ അല്ലേ, പ്ലെയിനിന്റെ എക്സ് ആക്സിസ് ഇത്, വൈ ആക്സിസ് ഇത്. പ്ലെയിൻ ഇങ്ങനെയാണ്, അപ്പോൾ പ്ലെയിനിന്റെ എക്സ് ആക്സിസ് ഇത്, വൈ ആക്സിസ് ഇത്, അതായത് ഹൊറിസോണ്ടൽ ഇത്, വെർട്ടിക്കൽ ഇത്. അപ്പോൾ ഞാൻ ഈ എക്സ് ആക്സിസ് എടുത്തു, അതെന്താ 0. സോ അടുത്തത് സിഗ്മ വൈ ഈക്വൽ ടു 0. ഈ രണ്ടാണ് നമ്മുടെ എന്ത് ഇക്വിലിബ്രിയം കണ്ടീഷൻ. അത് ഓർത്ത് വയ്ക്കുക. നമ്മൾ എപ്പോഴും ഇക്വിലിബ്രിയം കണ്ടീഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് എഫിന്റെ ആറിന്റെ വാല്യൂ കിട്ടും. ഞാൻ ഓരോന്നായിട്ട് ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. ആദ്യം എന്ത് ചെയ്യുക, ആദ്യം എടുക്കാൻ പോകുന്നത് സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എടുക്കുക. എഫ് ഓഫ് എക്സ്, എക്സ് ഏതൊക്കെയുണ്ട്, പി അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ, അങ്ങോട്ട് പോസിറ്റീവ് പി ആണ്, എഫ് ഇങ്ങോട്ട് അല്ലേ, സോ മൈനസ് എഫ് ആണ്. പിന്നെ ആരുണ്ട്, ഡബ്ല്യു. ഈ ഡബ്ല്യു കാരണം ഒരു ഫോഴ്സ് വരില്ലേ ഇങ്ങോട്ട്, അതെന്താ ഡബ്ല്യു സൈൻ 30 ഇവിടെ ഉള്ളത്. ഈ ഡബ്ല്യു ഞാൻ മാറ്റിയിട്ട് എന്തായി, രണ്ട് ഫോഴ്സ് ആക്കിയല്ലേ, ഇങ്ങനെ ഫോഴ്സ് ഇങ്ങനെ ഫോഴ്സ് ആക്കി. ഇവിടെ എന്താ ഡബ്ല്യു കോസ് 30 ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഉണ്ട് ഇങ്ങോട്ട്, പിന്നെ ആരുണ്ട് വീണ്ടും ഒരു മൈനസ് കാരണം ഡയറക്ഷൻ കട ഇങ്ങടാണ്. സോ എന്ത് വരും, ഡബ്ല്യു സൈൻ 30 ഈക്വൽ ടു എന്ത് വരും, 0 വരും. ഓക്കെ, ഈക്വൽ ടു എന്ത് വരും, 0 വരും. ഓക്കെ, നമുക്ക് പി അറിയാം, തന്നിട്ടുണ്ട് 354. ഡബ്ല്യു അറിയാം, എത്രയാ, ഡബ്ല്യു എത്രയാ 490. അപ്പോൾ ആ വില കൊടുത്തോടെ. സോ 354 മൈനസ് എഫ് അറിയില്ല ഈക്വൽ ടു ഡബ്ല്യൂയുടെ വില അറിയാം എത്രയാ, ഡബ്ല്യു എന്ന് പറയുന്നത് 490 അറിയാം. 0.5 ഇൻറ്റു മൈനസ് ആണേ, മൈനസ് ഇൻറ്റു സൈൻ 30 ഈക്വൽ ടു 0. കണ്ടുപിടിക്കേണ്ട എഫ് ആണ്. സോ എഫിന് എന്ത് ചെയ്യുക, അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും, 354 മൈനസ് 490.5 ഇൻറ്റു സൈൻ 30 ഈക്വൽ ടു എഫ് അല്ലെ, പോസിറ്റീവ് എഫ് ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ, ഇത് ഫുള്ള് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 108.75 ന്യൂട്ടൺ കിട്ടും. അത് ഈക്വൽ ടു എഫ്. അതായത് എഫിൻ്റെ വാല്യൂ എന്താ, എഫ് എന്ന് പറഞ്ഞാൽ എന്താ 108.75 ന്യൂട്ടൺ. സോ എഫ് കിട്ടി. നമുക്കറിയാം മ്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ, എഫ് ബൈ ആർ ആണ്. അതിലെ നമുക്ക് എന്ത് കിട്ടി, എഫ് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ആറ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു, ഇവിടെ എഫ് ഓഫ് എക്സ് ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്തുണ്ട്, എഫ് ഓഫ് വൈ ഇല്ലേ, എഫ് ഓഫ് വൈ എടുക്കുക. സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു 0. ഓക്കെ, വൈ എങ്ങടാ, മുകളിലേക്ക് ആരൊക്കെ പോകുന്നു നോക്കാം. മുകളിലേക്ക് ആരൊക്കെ പോകുന്നുണ്ട്, താഴത്തേക്ക്. ഇതേ 6 മുകളിലേക്കല്ലേ, 6 മുകളിലേക്കാണ്. പിന്നെന്താ ഡബ്ല്യു കോസ് 30 അടിയിലേക്ക് ഉണ്ട്. വെയിറ്റ് അല്ല, വെയിറ്റ് ഇങ്ങടാ, ഇതിന് നേരെ പാരലായിട്ട് എന്താ ഇൻക്ലൈൻഡ് ആംഗിൾ ഇതാണ്, അതിന് ഇങ്ങനെ പോകണം അല്ലേ, ഇങ്ങനെയും പോകണം. സോ ഈ ഇതാണ് എന്ത്, അതിന്റെ ഹൊറിസോണ്ടൽ ഫോഴ്സ്, എന്താ വെർട്ടിക്കൽ ഫോഴ്സ്. ഇങ്ങനെ ഫോഴ്സ് ഉണ്ട് ഡബ്ല്യു, അത് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം അതിനെ മാറ്റിയിട്ട് എന്താ, ഇങ്ങനെ രണ്ട് ഫോഴ്സ് ആക്കി മാറ്റി. സോ ഇവിടെ 6 ഉണ്ട്, ഇവിടെ എന്ത് ഡബ്ല്യു, അപ്പോൾ 6 മുകളിലേക്കാണ്, സോ പോസിറ്റീവ്. പിന്നെ ഡബ്ല്യു മൈനസ് കോസ് എന്താ നെഗറ്റീവ്, താഴത്തേക്കാണ്, സോ അത് നെഗറ്റീവ്. അങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 6 മുകളിലേക്ക്, സോ 6 പോസിറ്റീവ്. പിന്നെ ഡബ്ല്യു മൈനസ് പോസിറ്റീവ് എന്താ താഴത്തേക്ക്, ഡബ്ല്യു മൈനസ് 30 എന്താ താഴത്തേക്കാണ്, ഈക്വൽ ടു എന്തൊരു 0. ഓക്കെ, 6ആണ് കണ്ടുപിടിക്കേണ്ടത്. 6 ഈക്വൽ ടു ഡബ്ല്യു കോസ് 30. ഇത് ഇങ്ങോട്ട് വരും, അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ്. ഡബ്ല്യു നമുക്കറിയാം, ഡബ്ല്യു എത്രയാ, ഡബ്ല്യു 490.5 ഇൻറ്റു കോസ് 30. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ അറൗണ്ട് 424.79 ന്യൂട്ടൺ കിട്ടും. 424.79 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 6 കിട്ടി. എഫ് അറിയാം, എഫ് കണ്ടുപിടിച്ച് നേരത്തെ ദേ എഫ് അറിയാം, എത്രയാ 108.75 അറിയാം. ഇപ്പോൾ 6 കണ്ടുപിടിച്ചു, എഫ് 108.75 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്ത് കിട്ടി, 6 കിട്ടി. സോ 6 ഈക്വൽ ടു എന്തോന്നു, 424.79 ന്യൂട്ടൺ. സോ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കിട്ടി. നമുക്കറിയാം മ്യൂ എന്താ, മ്യൂ എന്ന് പറഞ്ഞാൽ എഫ് ബൈ ആർ എന്നാണ്. മ്യൂ എന്നാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. എഫ് എത്രയാ, 108.75 ഡിവൈഡ് ബൈ ആർ എന്താ 424.79. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ 0.256 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ.